വിനോദേ, ഈ ഫുട്ബോൾ കോച്ച് എന്ന രീതിയിൽ ഇപ്പോൾ വിനോദ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? കുഞ്ഞു പിള്ളേരെ ഫുട്ബോളിന് വിടുക 5 വയസ്സ് മുതൽ പിള്ളേർക്ക് പ്രാക്ടീസ് കൊടുക്കുന്നുണ്ട്. 5 വയസ്സ് മുതൽ കാറ്റഗറി, പക്ഷേ 5 പല കാറ്റഗറിയിലുണ്ട്. അപ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് 5 വയസ്സുള്ള പിള്ളേരാകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് നല്ല എളുപ്പമായിരിക്കും. അത് സ്പോർട്സിന് താല്പര്യമുള്ള കുട്ടികൾ വിനോദിലേക്ക് വരുന്നു അല്ലേ? ഏത് ടൈപ്പിലേക്കാണ് എന്ന് തിരിച്ചു വിടുന്നത് നമ്മളായിരിക്കും അല്ലേ? അത് ഫുട്ബോൾ വേണമോ അല്ലെങ്കിൽ ഓട്ടക്കാരനാണോ ചാട്ടക്കാരനാണോ അങ്ങനെയുള്ള ഒരു സ്പോർട്സിന്റെ ഒരു വെറൈറ്റിയിലേക്ക് മാറ്റാം. അല്ല, ഫുട്ബോളിന് താല്പര്യമുള്ള പിള്ളേരാണ് വരുന്നത്. പക്ഷെ ഇവരുടെ സ്കില്ല് ചിലപ്പം നല്ല അത്ലറ്റ് ആയിരിക്കും, ഇല്ലെങ്കിൽ വേറെ വോളിബോളിനായിരിക്കും അവർക്ക്. അപ്പൊ അവരുടെ കളി കാണുമ്പോൾ അറിയാൻ പറ്റും. അങ്ങനെയുള്ളവർ ചിലപ്പോൾ ഇവിടെ ഇതിനെക്കാളും ശോഭിക്കുന്നത് വോളിബോളായിരിക്കാം, അല്ലെങ്കിൽ ലോങ് ജമ്പ് ആയിരിക്കാം എന്നുള്ള രീതി. അപ്പൊ നമ്മൾ പല സ്കില്ലിൽ പലരും പറയുമ്പോൾ അതിൽ യോജ്യമായ ഏതാണോ അത്. ഇപ്പോൾ എവിടെയൊക്കെയാണ്, ഏതെല്ലാം കേന്ദ്രത്തിലാണ്? ഇപ്പോൾ കൊല്ലത്ത് സബായിട്ട് ഒരു കോച്ചിന്റെ കീഴിൽ ചെയ്യുന്നുണ്ട്. അത് ലീഗാണ്, ലീഗ് ടീമാണ്, നല്ല സൂപ്പർ ഡിവിഷൻ്റെ ടീമാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മുടെ വയനാടൊന്ന് സ്റ്റാർട്ട് ചെയ്ത് വരുന്നുണ്ട്, ട്രിവാൻഡ്രത്തുണ്ട്, ആറ്റിങ്ങിൽ സ്ഥലത്തുണ്ടായിരുന്നു. ഇപ്പോൾ അത് ഗ്രൗണ്ട് പോയ സമയത്ത് അത് മടങ്ങിപ്പോയി. അപ്പോൾ വെള്ളനാട്ട് ഉണ്ടല്ലോ, വെള്ളനാടുണ്ട്. അല്ല, ഇതിനിടയ്ക്ക് പിന്നെ ഈ ഫുട്ബോൾ കോച്ച് കൊടുത്തിട്ട് നമുക്ക് ചില അംഗീകാരങ്ങൾ കിട്ടിയിട്ടില്ലേ? ഇടയ്ക്ക് സ്വീഡനിൽ പോയത്, അല്ല നമ്മൾ കേരളത്തിന് വേണ്ടി കേരള ഫുട്ബോൾ അസോസിയേഷൻ നടത്തിയ ക്ലബ്ബ് ഫുട്ബോൾ ഉണ്ടായിരുന്നു. അതിൽ ഞാൻ പഠിപ്പിച്ച 4 പിള്ളേർ വെള്ളനാട് നിന്ന് 3 പേരും കുറ്റിച്ചേരിൽ നിന്നുള്ള ഒരു പയ്യനുണ്ടായിരുന്നു. കളിക്കാൻ അവസരം ലഭിച്ചു. അങ്ങനെ പിന്നെ ഇവിടുത്തെ പല ക്ലബ്ബുകാരും നമ്മുടെ കൂടെയുള്ള സഹോദരങ്ങൾ ഒത്തിരി അംഗീകാരം കിട്ടിയിട്ടുണ്ട്. കൊല്ലം ജില്ലാ കളക്ടറിൽ നിന്നൊക്കെ അംഗീകാരം. അല്ല, ഇത്രയും കുട്ടികളെ പിന്നെ കേരളത്തിന് വേണ്ടി കൊണ്ടുപോയി കേരളത്തിന് അപമാനിച്ച് കൊടുത്തു എന്നുള്ളത് തന്നെ ഏറ്റവും വലിയൊരു. അത് ഞാൻ മാത്രമല്ല, അതിനിടയിൽ നമ്മുടെ കോച്ചുണ്ട്, മെയിൻ അഭിലാഷ് എന്ന് പറയുന്ന കോച്ചുണ്ട്. കോച്ചിൻ്റെയാണ് ശരിക്കും ആ കേരള ലെവലിലോട്ട് എത്തിക്കാനായിട്ടുള്ള മെയിൻ. പിന്നെ ഇവിടെ വെള്ളനാടിന്ന് നമ്മൾ പഠിപ്പിച്ചതിൽ 3 പേര്, 4 ബാക്കി എല്ലാം അഭിലാഷ് കോച്ചിന്റെ പിള്ളേരാണ്, മറ്റു കുട്ടികളും. ഓക്കെ, ഇപ്പോൾ കോച്ച് ചെയ്യുന്നുണ്ടല്ലോ പ്രവർത്തനം. ഇതിൽ വിനോദിനെ സഹായിക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടോ? സഹായിക്കാനോ പരിപാടികൾ? അല്ല, ഞാൻ ഇപ്പോൾ ആദ്യം നേരത്തെ ഒറ്റയ്ക്കായിരുന്നു. പക്ഷേ കുഞ്ഞിലെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു പയ്യനുണ്ടായിരുന്നു, അഫ്സൽ എന്നാണ് പേര്. പുള്ളിക്കാരനൊക്കെ ഞാനില്ലെങ്കിൽ പിള്ളേർ നോക്കാൻ പറഞ്ഞാൽ നോക്കും, നല്ല ക്യാരക്ടറൊക്കെയാണ്. പക്ഷേ ഒരിക്കലും ഒരു കേരള ടീമിൻ്റെ ഒരു മത്സരം ഉണ്ടായിരുന്നു, അല്ല ഗോൾ കീപ്പിങ്ങിൻ്റെ സെലക്ഷൻ ഉണ്ടായിരുന്നു. ആ സെലക്ഷന് പോയിട്ട് ഇഞ്ചുറി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, 3ാം സ്ഥാനത്ത്. അല്ലെങ്കിൽ ഇപ്പം കഴിഞ്ഞ സന്തോഷ് ട്രോഫി കളിക്കേണ്ട ഒരാളായിരുന്നു അഫ്സൽ. ഇപ്പം KPL വേണ്ടി പോയിട്ട് കിട്ടിയില്ല തോന്നുന്നു. ഇപ്പം പുള്ളിക്കാരൻ KSBക്ക് വേണ്ടി കണ്ട ലിസ്റ്റിലുണ്ട്. പക്ഷേ നേരത്തെ ഒത്തിരി ചാൻസ് തോന്നുന്നു, നിർഭാഗ്യവശാൽ അത് പോയി. ഭയങ്കര പുള്ളി അത് എന്നോട് നല്ല സപ്പോർട്ടാണ് എനിക്ക്, നല്ല രീതിയിൽ നല്ല ബഹുമാനമാണ്. പുള്ളിക്കാരൻ കുറച്ചുകൂടെ എങ്ങനെയെങ്കിലും അവന് ശേഷം ഒന്ന് ഒത്തിരി പേരും ജോലിയിട്ട് പോകുന്നുണ്ട്. പക്ഷെ പുള്ളിക്കാരനും കൂടെ എങ്ങനെയെങ്കിലും നല്ലൊരു പൊസിഷനിൽ എത്തണം എന്നൊരു ആഗ്രഹമുണ്ട്. ഇപ്പോൾ നമ്മളെ സഹായിക്കാൻ അല്ലേ? അല്ല, ഞാൻ ഇല്ലെങ്കിലും ഒന്ന് വരും, എവിടെ വിളിച്ചാലും വരും. പിള്ളേരെല്ലാം അങ്ങനെയാണ്. ഞാൻ ഒത്തിരി വഴക്ക് പറയും, പക്ഷെ പിള്ളേർ അതൊന്നും വിഷയമില്ല അവർക്ക്. അല്ല, വഴക്ക് പറയുന്നതെല്ലാം അവർക്ക് വേണ്ടിയിട്ടാണ് എന്ന് വരുമ്പോൾ വേറെ വിഷയം ഉണ്ടാവില്ലല്ലോ. വിനോദ് കോച്ച് കൊടുക്കുന്ന കുറേ കുട്ടികളുണ്ടല്ലോ, കുറച്ച് കാലങ്ങളായിട്ട് കോച്ച് കൊടുക്കുന്ന കുട്ടികൾ. അപ്പോൾ ആ കുട്ടികളിൽ മാക്സിമം അവരുടെ കഴിവിനനുസരിച്ച് മാക്സിമം പോയ കുട്ടികൾ ആരൊക്കെയാണ്? അത് എന്തൊക്കെ മേഖലയിൽ ഏതുവരെ പോയിട്ടുണ്ട് എന്നൊക്കെ ഒന്ന് പറയാം. ഒന്ന് നേരത്തെ പറഞ്ഞ പിള്ളേരാണ് വെള്ളനാട് സ്കൂളിൽ നിന്നിട്ട് പോയത്. അത് കഴിഞ്ഞിട്ട് എനിക്കത് ഭയങ്കര ഹാപ്പി ആയിരുന്നു. പക്ഷെ അതിന് ശേഷം ഞാൻ കുറച്ച് ദിവസം കോച്ച് ചെയ്ത് 2 പേരുണ്ടായിരുന്നു. അഭിലാഷ് സാറിന്റെ പിള്ളേർ, മെയിൻ കോച്ച് അഭിലാഷ് സാറിന്റെ പിള്ളേരാണ്. അവര് സ്വീഡനിൽ പോയി. അതിന് നല്ല രീതിയിലുള്ള ഒരു അംഗീകാരം കിട്ടിയിട്ടുണ്ട്. പിന്നെ എനിക്ക് അതിനൊക്കെ ഒരു സന്തോഷം, കുഞ്ഞിലെ ഞാൻ പഠിപ്പിച്ച എൻ്റെ പയ്യനെന്ന് പറയാൻ അവകാശപ്പെടുന്ന അനുഷ് എന്നൊരു പയ്യനുണ്ട്. അനുഷ് ഇപ്പം ഐബർ കപ്പും പോർച്ചുഗൽ വിത്ത് പാരീസിൽ നടന്ന ഐബർ കപ്പുണ്ട്. അത് മിനി വേൾഡ് കപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. അതിൽ നിന്ന് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് 2 ക്ലബ്ബുകളാണ് പോകുന്നത്. ഒന്ന് നമ്മുടെ ഇതിനകത്ത് ചെന്നൈയിൽ നിന്നൊരു ക്ലബ്ബുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇന്ത്യയുടെ പേരിൽ കളിക്കാൻ അനുഷ് പോകുന്നുണ്ട്. അത് ഇവിടെയാണ് പോർച്ചുഗൽ വിത്ത് പാരീസ്.
അത് വലിയ അപ്പൊ എല്ലാം ഓക്കെ ആയി മിക്കവാറും അടുത്ത പോലെ തന്നെ പോകും. നമ്മുടെ കയ്യിൽ കിട്ടി അല്ലേ? അതെ. പിന്നെ അതിന് വേറെ സന്തോഷം, മുന്നേ സ്വീഡനിൽ പോയാലും ഞാൻ ഈ അസിസ്റ്റന്റ് ചെയ്യാനായിട്ട് എനിക്ക് അവസരം ലഭിച്ചു കോച്ചിന്. അപ്പൊ ഈ പോർച്ചുഗലിൽ പോകാനായിട്ടും പോകുന്ന എല്ലാ പിള്ളേരെയും 27 പിള്ളേരെയും കോച്ച് ചെയ്യാനായിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട്. ഞാനും പോകും, ക്യാമ്പിൽ പോകും. പിന്നെ വേറെ കൊച്ചുണ്ട്, ഞാൻ ഫുട്ബോൾ കളിക്കാൻ വന്നിട്ട് ഒരു കൈലാസ് എന്ന് പറഞ്ഞ പയ്യന്, പുള്ളിക്കാരൻ അത്ര ഓട്ടക്കാരനും കൂടെയാണ്. പുള്ളിക്കാരൻ ഓടാനായിട്ട് പോയി, സബ് ജില്ലയിൽ പോയി, ജില്ലയിൽ പോയി, അങ്ങനെ കേരളത്തിന് പ്രതിനിധീകരിച്ച് ഓടാൻ പോയിട്ടുണ്ട്. അങ്ങനെയുള്ള ഇതുവരെയുള്ള അങ്ങനെയാണ് നമ്മുടെ നമുക്ക് തൃപ്തിയായിട്ട് നിൽക്കുന്ന കാര്യം. അല്ല, അങ്ങനെയും കൂടെ ആവുമ്പോഴല്ലേ നമുക്ക് മാനസികമായിട്ടൊരു വീണ്ടും ചെയ്യണം, കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള താല്പര്യം ഉണ്ടാവുള്ളൂ. ഒത്തിരി പേരൻസ് ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അല്ല, രക്ഷിതാക്കളാണ് കൂടുതലും കുട്ടികളെ സപ്പോർട്ട്. സ്കൂളുകളിലെ കോച്ചിങ് അല്ലേ നടക്കുന്നുണ്ടല്ലോ. അപ്പം ഒരു സ്കൂൾ മാത്രമല്ല, പല സ്കൂളുകളിൽ വിളിച്ചാൽ പോകാമല്ലോ, പല സമയം ദിവസങ്ങൾ അഡ്ജസ്റ്റ് ചെയ്താൽ മതിയല്ലോ. എങ്ങനെയാണ് ഇതിൽ ഇപ്പോൾ സ്കൂളുകൾ അവരുടെ ഒരു പിന്തുണ ഇപ്പോൾ എങ്ങനെയാണ്? സ്കൂള് എന്ന് പറയുമ്പോൾ നമ്മുടെ HM-നായാലും പ്രിൻസിപ്പാളിനായാലും അവർക്കൊരു പരിധിയുണ്ട്. കാരണം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. PTA-ക്കാരായാലും എല്ലാം പിള്ളേരുടെ കാര്യം എത്രയും ഉണ്ട്. പക്ഷെ നമ്മളെ ചിലപ്പോൾ കാണുമ്പോൾ നമ്മൾ അവരുടെ തിരക്കിനിടയിലും നമ്മളെ പരിഗണിക്കുന്നു എന്നുള്ള വലിയ കാര്യമാണ്. ഇപ്പം പോർച്ചുഗലിൽ പോകാനായിട്ട് റെഡി ആയിരിക്കുന്ന അനുഷിന് വേണ്ടിയിട്ട് നല്ലൊരു തുക സ്കൂളിൽ നിന്ന് UP സ്കൂളിൽ നിന്ന് ഹൈസ്കൂൾ ടീച്ചേഴ്സുമാര് കൊടുത്തു. എന്നുവെച്ചാൽ അവൻ 10ാം ക്ലാസ് വരെ ഇവിടെ പഠിച്ചോളൂ. ഇപ്പൊ പഠിക്കുന്നത് പൂവച്ചൽ സ്കൂളിലാണ്. പക്ഷെ എന്നിട്ട് പോലും വെള്ളനാട് നിന്ന് ടീച്ചേഴ്സ് നല്ലൊരു തുക കൊടുത്തിട്ടുണ്ട്. ചെലവാണ് പ്രധാനം അല്ലേ? ചെലവാണ്. കളിക്കാൻ പോകുന്നത് പറഞ്ഞാൽ നിസ്സാരമാണ്, പക്ഷെ പോയിട്ട് വരുന്നതിനുള്ള ചെലവ് കംപ്ലീറ്റ് ക്ലബ്ബ് തന്നെ പകുതി കാശ് മുടക്കുന്നുണ്ട്. എന്നാലും ഒരു ബാക്കി, കാരണം ഇതിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവന്റെ കളി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ യൂറോപ്യൻ ലീഗിൽ ചിലപ്പോൾ എടുക്കും. അപാര സാധ്യതയാണ്. യൂറോപ്പിലെ കൺട്രിയിൽ ടീം ജയിക്കണമെന്നില്ല, വ്യക്തികളുടെ ഒരു പെർഫോമൻസ് അനുസരിച്ച് അവർക്ക് കയറി പോകാം. അതെ, കാരണം 16 വയസ്സേ ഉള്ളൂ. അതാണ് നല്ലൊരു ഭാവി അതെ. അല്ല, നല്ലൊരു ഭാവി തുറന്നു കിട്ടുമ്പോഴും അതിന് കാരണക്കാരൻ നമ്മളാണെന്ന് പറയുമ്പോൾ ഒരു സന്തോഷം. അല്ലെ, കോച്ച് എന്ന് പറയുമ്പോഴേ നമുക്ക് ഇപ്പം ഞാൻ 4-5 പേര് ക്യാമ്പ് ചെയ്ത് കിട്ടുന്നു അതല്ല, നമ്മൾ ടീമിന്റെ മൊത്തത്തിൽ കോച്ചാണ്. പക്ഷെ നമ്മൾ കോച്ച് എന്നുള്ള രീതിയിൽ നമ്മൾ അഹങ്കരിക്കുന്ന, നമുക്കൊരു അഭിമാനം തോന്നുന്ന നിമിഷം എന്ന് പറഞ്ഞാൽ കുഞ്ഞു ലെവലിലെ കുഞ്ഞുങ്ങളെ കിട്ടി, അവരെ പഠിപ്പിച്ചു, അവർ നല്ലൊരു കളിക്കാരനായില്ലെങ്കിൽ പോലും നല്ല വ്യക്തിത്വമുള്ള, നല്ല ഗുണം നിലവാരമുള്ള പിള്ളേരാകുകയും ഏതെങ്കിലും നല്ല ജോലി കിട്ടി നല്ല വ്യക്തികളായി മാറണം. പിന്നെ നല്ല രീതിയിൽ അല്ലെങ്കിൽ കളിക്കാരങ്ങളായി മാറുമ്പോഴേ നമ്മളെ കുഞ്ഞുങ്ങൾ നമുക്കത് അത് മാത്രമാണ് നമ്മളെ ശരിക്കും സന്തോഷം. വഴിതെറ്റി പോയി കഴിഞ്ഞിട്ട് കാര്യമില്ല. അപ്പം കളിക്കാൻ വന്നിട്ട് വഴിതെറ്റി പോയാൽ അവൻ കളിക്കാൻ പോയി വഴിതെറ്റി പോയെന്നേ പറയുള്ളൂ. എന്താണ് ഇപ്പോൾ കുട്ടികളുടെ ഒരു മാനസികാവസ്ഥ? എന്താണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക്? ഈ ദുഃഖം താങ്ങാണ്ട ശേഷിയില്ല, വേദന സഹിക്കേണ്ട ശേഷിയില്ല, ആഗ്രഹങ്ങൾ അടക്കി വെക്കേണ്ട ശേഷിയില്ല. ശേഷിക്കുറവ് ഭയങ്കരമായിട്ടുണ്ട്. പക്ഷെ കുഞ്ഞുങ്ങൾ വിചാരിക്കുന്നത്, ഇപ്പം നമുക്കൊരു കുഞ്ഞിന് മൊബൈൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ കാലം ഭയങ്കരമായിട്ട് പിള്ളേരെ നോക്കി എല്ലാം റെഡിയാക്കി തരും, ഭയങ്കര അങ്ങനത്തെ കാര്യങ്ങൾ ബ്രില്യൻ്റ് ആണ്. പക്ഷേ അല്ലാതെയുള്ള പല കാര്യങ്ങളിലും പിള്ളേർ വളരെ പിന്നിലാണ്. പക്ഷെ പിള്ളേർ പറയുന്നത് നമ്മളെക്കാലം മിടുക്കന്മാരാണ് എന്നാണ് പിള്ളേർ പറയുന്നത്. ശ്രദ്ധയില്ലായ്മയാണ് പിള്ളേരുടെ ഒരു കാര്യത്തിൽ ശ്രദ്ധിച്ചിരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വിഷയമാണ്. അതിന് അവരെ കുറ്റമല്ല. ഈ കേൾക്കുന്നത് പോലെ ഈ മറ്റേ മയക്കുമരുന്ന് അങ്ങനെയുള്ള കുട്ടികൾ അങ്ങനെ ഉണ്ടോ? പിന്നെ നമ്മളെ അതിനകത്ത് പിള്ളേരെ ഒരു യുവനകാലത്ത് പിള്ളേര് നമ്മളെ ശ്രദ്ധിക്കണം. കുതിരയ്ക്ക് കടിഞ്ഞിടുന്ന പോലെ ഇട്ട് വളർത്തുന്ന പ്രായമാണ്. ഇപ്പൊ അങ്ങനെയല്ല, ഫ്രീ ആണ്. ഈ ഫ്രീ ആവുന്ന സമയത്ത് കടിഞ്ഞില്ലാതെ ഫ്രീ ആയിട്ട് നടക്കുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യും പല രീതിയിലും. അപ്പം പിള്ളേരെ വഴിതെറ്റി പോകുന്നതിന് ഭൂരിഭാഗം പിള്ളേരെ പറഞ്ഞ കാര്യമില്ല. നമ്മളെ കാലത്തും ഇതുപോലത്തെ ഫ്രീഡം അവസരം കിട്ടിയ ഇതിനെക്കാലം വളരെ പ്രശ്നങ്ങൾ നമ്മൾ ഉണ്ടാക്കിയാണ്. പിള്ളേരെ മോട്ടിവേറ്റ് ചെയ്ത് പിള്ളേരെ ബോധവൽക്കരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇപ്പോഴത്തെ. കാരണം പല രീതിയിലും പിള്ളേർക്ക് എല്ലാ രീതിയും പിള്ളേർക്ക് ആനുകൂല്യം കൂടുതലാണ്. അവരെ മോട്ടിവേറ്റ് ചെയ്യും. കാരണം പ്രത്യേകിച്ച് ഏതെങ്കിലും കായികപരമായ കാര്യങ്ങൾ, കരാട്ടയോ കളരിപ്പയറ്റോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുക. പിന്നെ പിള്ളേരെ കൊണ്ട് പ്രഷർ ചെയ്യിപ്പിക്കുക, പാടി വിഷയങ്ങൾ പ്രഷർ ചെയ്യിപ്പിക്കരുത്. ഇപ്പൊ പിള്ളേരുടെ കഴിവിനെ ഫോക്കസ് ചെയ്ത് പിള്ളേർക്ക് നിൽക്കാൻ പറ്റണില്ല. അല്ല, കൂടുതലും ഈ കുടുംബത്തിൽ നിന്നുള്ള ഒരു ഇതാണ് ഒരു സ്വാധീനം ഇതിലൊക്കെ ഈ ബാധിക്കുന്നുണ്ടെന്നുണ്ട്. ഓവറായിട്ടുള്ള കെയർ ചെയ്യുന്നതും ഇതിനൊക്കെ ഒരു വിഷയമാണ്. ഓവർ കെയറിംഗ് ഉണ്ട്. രാവിലെ പണിക്ക് പോയിട്ട് രാത്രി 11 മണിക്ക് വീട്ടിൽ വരുന്ന അച്ഛനമ്മയും
പിള്ളേർ എത്രമാത്രം നോക്കാൻ പറ്റും. അങ്ങനെ ശരിയാ. കുഞ്ഞിലെ ഒരു അമ്മ പ്രസവിക്കുന്ന ഒരു കൊച്ചിന് അമ്മ കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരു 6 മണിക്കൂർ കുറഞ്ഞത് അമ്മ മാറ്റി വയ്ക്കും. 6 മണിക്കൂർ. ഇപ്പൊ അതില്ല. അല്ല, ഇപ്പം അങ്ങനെയാണ്. 6 മണിക്കൂറുള്ള ബന്ധമാണ്. ഇപ്പോഴങ്ങനെ ഇപ്പൊ 2 മാസം കഴിഞ്ഞാൽ അങ്ങനത്തെ ബന്ധങ്ങളില്ല. ഒരു കാര്യങ്ങൾ പറഞ്ഞാൽ ഒരുപാടുണ്ട്. പക്ഷെ പിള്ളേരെ മോട്ടിവേറ്റ് ചെയ്യേണ്ടത് വീട്ടുകാരെ മാത്രം നോക്കിയിട്ടും കാര്യം. സമൂഹത്തിൽ ഇറങ്ങുമ്പം സമൂഹം പല രീതിയിലൊക്കെ സ്വാധീനിക്കുന്നുണ്ട്. നിയമങ്ങളൊക്കെ അവർക്ക് അനുകൂലമാണ്. വീട്ടുകാർക്ക് നല്ലൊരു ശ്രദ്ധ കൊടുക്കാം. തീർച്ചയായിട്ടും നല്ല ശ്രദ്ധ കൊടുക്കാം. വേറെ ഒന്നുമല്ല. ഒന്ന് വീട്ടുകാരിപ്പം എനിക്ക് എൻ്റെ ഒരു മകനുണ്ടെങ്കിൽ മകന്റെ മുമ്പ് വെച്ച് ഒരിക്കലും അമ്മയും അച്ഛനും വഴക്കൂടാൻ പാടില്ല. അമ്മയും അച്ഛനും എപ്പോഴും മക്കളെ മുമ്പേ സന്തോഷമായിട്ട് ഇരിക്കുക എന്നുള്ള ഒരു കാര്യം. അതിനുള്ള പല കാര്യങ്ങളുണ്ട്. അതിപ്പോ ഞാൻ പറയും, എൻ്റെ അച്ഛനും അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാർ പറയുന്നിട്ടുണ്ട്, ഞാനേ ഇങ്ങനെയായി, നീ അങ്ങനെ ആവരുത്, അങ്ങനല്ല പറയേണ്ടത്, നീ എന്നെ കണ്ട് പഠിക്കാൻ പറ്റുമോ എന്ന് ആ രീതിയിലേക്ക് അവരുടെ സ്വഭാവം മാറണം. അച്ഛനും അമ്മയും കണ്ട് നിനക്ക് പഠിക്കാൻ പറ്റുമോ എന്നൊരു അച്ഛൻ, അതാണ് യഥാർത്ഥ പാരന്റ്സ് എന്ന് പറയുന്നത്. വിനോദ്, എങ്ങനെയാണ് ഈ ഫുട്ബോൾ കോച്ച് രംഗത്തേക്ക് വരുന്നത്? ഞാൻ ആദ്യം കോച്ചിങ് രംഗം കുഞ്ഞിലെ എൻ്റെ മനസ്സിനകത്ത് അങ്ങനെ ഇല്ലായിരുന്നു. കളിച്ചുകൊണ്ട് നല്ല കളിക്കാരനാവണമെന്നുണ്ടായിരുന്നു. കളിയുമായിട്ട് ബന്ധപ്പെട്ട് വെട്ടുകാട് സെന്റ് മേരീസ് സ്കൂളിലാണ് പഠിച്ചത്. അവിടെ പഠിച്ച സമയത്ത് മൊത്തം കളിക്കാർ ഇഗ്നേഷ്യസ് അടക്കമുള്ളവരൊക്കെ ഫ്രണ്ടാണ്. അവരുടെ കളി കുഞ്ഞിലെ അങ്ങനെ ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് പെട്ടെന്ന് വെള്ളനാട് വിട്ട് വന്നു ചില കാര്യങ്ങളായിട്ട്. പിന്നെയും ഞാൻ തീരദേശത്തോട്ട് തന്നെ പഠിക്കാൻ പോയി. അങ്ങനെ ഈ ഫുട്ബോളായിട്ട് കോച്ച് ചെയ്ത സമയത്ത് SBTയിൽ വിളിക്കുകയും, SBT എന്ന് പറഞ്ഞൊരു ക്ലബ്ബുണ്ടായിരുന്നു ബാങ്കിന്റെ. നിർഭാഗ്യവശാൽ എനിക്ക് കിട്ടിയെങ്കിലും പിന്നെ എനിക്ക് ആക്സിഡന്റ് സംഭവിച്ചു. എൻ്റെ ഷോൾഡറും മുട്ടും പോയി. പിന്നെ കളിക്കാൻ പറ്റാതായി. അപ്പോഴൊന്നും ഇവിടെ കളിക്കുന്ന കാര്യം അറിയില്ല. അപ്പോഴൊക്കെ ഇവിടെ അങ്ങനെയാണ്. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് കളി മനസ്സിലുണ്ടായിരുന്നു, പലയിടത്ത് പോയിട്ടും. പിന്നെ പലരും വന്ന് പറഞ്ഞു, പല വർഗീസ് അവിടെയുള്ള കോച്ചുകളെ കാണാനും സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ കോച്ചിങ്ങിലോട്ടങ്ങ് മാറി. അങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത്. പക്ഷേ ഈ തീരദേശം എന്ന് പറഞ്ഞല്ലോ, അവിടെ കുറെ കൂടെ ഈ ഫുട്ബോളിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സംഗതി ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? നമ്മുടെ ഇവിടങ്ങളിലെക്കാളും കുറച്ചുകൂടി ഈ തീരദേശത്ത് മറ്റേ മണലില് അല്ലേ, ബീച്ച് ഏരിയ, കോസ്റ്റൽ ഏരിയ എന്ന് പറഞ്ഞ ഇതിന്റെ ഒരു ആവേശമാണ്. പ്രത്യേകിച്ച് അവിടെയുള്ളവർക്ക് ഒരു സ്കില്ല് കൂടുതലാണ് കുഞ്ഞിലെ. പിന്നെ ബോളിനോട് പേടിയില്ല. അതിന് പ്രധാന കാരണം ഇവിടെ ഒരു കുഞ്ഞ് ബോൾ തട്ടിക്കഴിഞ്ഞാൽ വീഴൊന്ന് പേടിച്ച് നമ്മളവരെ മുറിയും. അവിടെ മണലാണ്. അതുകൊണ്ട് എഴഞ്ഞു കളിക്കുന്ന കുഞ്ഞിനും ബോൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വീണ് ആ പേടിയില്ല. അത്രയും ഒരു ഗ്യാപ്പുണ്ട്. ഇപ്പോൾ കോച്ച് എന്ന പ്രവർത്തനമായി മുന്നോട്ട് പോവുകയാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഈ സ്കൂളുകളിൽ നിന്ന് കുട്ടികൾ വിനോദിലേക്ക് എത്തുന്നത്? എങ്ങനെയാണ് അതിന് ഞാൻ കൊല്ലം ഫാത്തിമ കോളേജിൽ ഞാൻ സ്കില്ല് പഠിപ്പിക്കാനും പോകും, പിന്നെ ഫിസിയോ ചെയ്യാനായിട്ട് പോകും. രണ്ടും ജോലിയുണ്ട്. പിന്നെ ചില സമയത്ത് മെയിൻ കോച്ചിന് എന്നെ ഏൽപ്പിക്കും. അങ്ങനെ കൊല്ലം ഫാത്തിമ കോളേജുമായിട്ട് ബന്ധപ്പെട്ടും അവിടുത്തെ എഡിസ്പോ എന്ന് പറഞ്ഞ ക്ലബിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് പലരും കണ്ടിട്ടുണ്ട്. അങ്ങനെ അവരെ പറഞ്ഞു, നീ വെള്ളനാടൊന്നും ചെയ്തുകൂടെ, എന്തിനവിടെ പോകുന്നതാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഓർത്തപ്പോൾ ശരിയാണ്, അവിടെ പോയി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും വെള്ളനാട് അങ്ങനെ കുറച്ച് പേർക്കേ അറിയാവൂ. അങ്ങനെ നമ്മുടെ സുരേഷ് എന്ന് പറയുന്ന ഒരു ഫ്രണ്ടുണ്ട്. സുരേഷ് എവിടെയുള്ള വെള്ളനാടുള്ള സുരേഷ്, പിന്നെ അനീഷ്, നമ്മുടെ ഫോറസ്റ്റിൽ അനീഷും കൂടെ സംസാരിച്ചിട്ടാണ് വെള്ളനാട് സ്കൂളിൽ ഫുട്ബോളിന് വേണ്ടിയിട്ട് എന്നെ നിയമിച്ചത്. ഹൈസ്കൂളിൽ അത് LPS. പിന്നെ കുഞ്ഞു പിള്ളേരെ ചെറിയ രീതിയിൽ കളിപ്പിക്കേണ്ടി വന്നു. അവിടെ നിന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 പിള്ളേരെ, അതിനകത്ത് 3 പിള്ളേര് 4 പിള്ളേര് 3 പിള്ളേരും വെള്ളനാട് സ്കൂളിൽ നിന്ന് ക്ലബ് ഫുട്ബോളിന് വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. സ്കൂളുകൾ പൊതുവെ ഈ സ്പോർട്സ് എന്ന ഐറ്റത്തോട് ഏത് രീതിയിലാണ് ഒരു പിന്തുണ കൊടുക്കുന്നത്? എങ്ങനെയാണ് മൊത്തത്തിൽ ഇവിടെ വെള്ളനാട് മാത്രമല്ല, ഈ മൊത്തത്തിൽ ഈ പല സ്കൂളുകളിലെ കുട്ടികളെ ആയിട്ട് ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ മറ്റ് സ്കൂളുകൾ, പൊതുവെ സ്കൂളുകൾ, ഗവൺമെൻറ് സ്കൂളുകൾ അല്ലെങ്കിൽ പ്രൈവറ്റ് സ്കൂളുകൾ എന്തായിക്കോട്ടെ, ഈ സ്പോർട്സ് ഐറ്റവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് എങ്ങനെയാണ് പിന്തുണ? നല്ല രീതിയിലാണോ അതോ? അത് പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ പോലെ ഈ കോസ്റ്റ് ഏരിയയുള്ള ബീച്ച് ഏരിയയുള്ള സ്കൂളുകളിൽ നല്ല പിന്തുണയുണ്ട്. ഗ്രൗണ്ട് ഉണ്ട്. പിന്നെ ചില സ്കൂളുകൾ പേടിയില്ല, അത് എല്ലാം ഭയങ്കര സപ്പോർട്ടാണ്. പക്ഷെ തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ അങ്ങനല്ല. കാരണം സ്കൂളിൽ വിടുന്നത് പിള്ളേരെ പഠിക്കാനാണ്. അപ്പം പാരൻസിന് ഉൾപ്പെടെ
ഇത് നല്ല പഠിച്ച് മാർക്ക് വാങ്ങണ ചിന്തയിലാണ് പിള്ളേരെ വിടുന്നത്. ഈ അടുത്ത് നമ്മുടെ സ്കൂൾ അങ്ങനെയാണ്. അപ്പം പിന്തുണ എന്ന് പറയുമ്പോൾ അവർക്ക് കളിയേക്കാൾ അവർ പഠിക്കണം എന്നുള്ളതാണ്. അപ്പം ആ പഠനത്തിലൂടെ ഏറ്റവും കൂടുതൽ ഈ ടീച്ചർമാർ പ്രഷർ കൊടുക്കും. പക്ഷെ കളിയിലോട്ട് ഇത്ര പ്രഷർ എന്നുള്ളത് പ്രഷർ കൊടുക്കാറില്ല. പക്ഷെ അപൂർവ സ്കൂളുകളിലും അപൂർവം സാറുമാർക്കും ഈ സ്പോർട്സിലെ ഗുണങ്ങൾ അറിയാന്നുള്ളതുകൊണ്ട് ചിലപ്പോൾ സ്പോർട്സ് സാറായിരിക്കത്തില്ല മാക്സിമം പ്രഷർ ചെയ്യുന്ന ഫുട്ബോൾ കളിയുടെ അല്ലെങ്കിൽ ഓടാ ചാടം വേറെ പിള്ളേരായിരിക്കും, അവരോട് സാറുമാരായിരിക്കും. അപ്പൊ അവരുടെ ഇതില് ചിലപ്പോൾ PT ആയിരിക്കും മികച്ച സ്കൂളുകളിൽ നേട്ടം ഉണ്ടാകുന്ന അങ്ങനെയാണ്. അപ്പം അവർക്ക് പ്രത്യേകിച്ച് ഈ ഒരു സ്പോർട്സ് പഠിപ്പിക്കണമെന്നുള്ളതുണ്ടെങ്കിലും പ്രഷർ വരുന്നില്ല. അതാണ്. പക്ഷെ എങ്കിലും പൊതുവെ ഒരു താല്പര്യമുള്ള കുട്ടികൾക്ക് തീർച്ചയായും, പക്ഷെ സ്കൂളുകളെക്കാളും കുറച്ചുകൂടെ സപ്പോർട്ടിങ് രക്ഷിതാക്കൾക്കുണ്ടെന്ന് തോന്നുന്നു. രക്ഷിതാക്കൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പം പേരൻസിന് ടീച്ചേഴ്സ്മാരെ വിഷയമല്ല, അവര് സപ്പോർട്ട് കൊടുത്തു അക്കാഡമിയിലൂടെയെങ്കിലും കൊടുത്തവർ കയറി പോകാൻ പറ്റുമോ? ഈ നമുക്ക് ഈ മുതിർന്ന കുട്ടികളാണല്ലോ നമ്മുടെ കയ്യിൽ വരുന്നത്. ഈ ചെറുതിലേ തന്നെ കുട്ടിയെ നമ്മുടെ കയ്യിൽ കിട്ടണ്ടേ? ഇപ്പം കുഞ്ഞു പിള്ളേരെ വരുന്നുണ്ട്. പക്ഷെ മുതിർന്നവർ ഞാൻ പറയുന്നത് മുതിർന്ന പിള്ളേർ വരുന്നത് ഭയങ്കര ടഫാണ്. കാരണം അവർക്ക് നമ്മളെ കയ്യിൽ കളിക്കാൻ വരുന്നത് തന്നെ വേറെ പല ദുശീലങ്ങളുള്ളവരായിരിക്കും, പല രീതിയിലും അവർക്ക് പല വിഷയങ്ങളുള്ളതായിരിക്കും. പിന്നെ അതിനെ റെഡിയാക്കി എടുക്കാനും പാടാണ്. പിന്നെ അവരെ പുറകെ നടക്കണം. അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് നമ്മൾ കാരണമാകുന്നൊരു വരുത്തി തീർക്കും. പക്ഷെ കുഞ്ഞിനാണെങ്കിൽ നമ്മൾ കളി മാത്രമല്ല മോട്ടിവേഷനും കൂടെ കൊടുക്കുന്നുണ്ട് പിള്ളേർ. അപ്പം കുഞ്ഞുങ്ങളല്ല നമ്മളായാലും ചെമ്പ് പോലെയാണ്, ക്ലാവ് പിടിച്ചോണ്ടിരിക്കും. നമ്മളെപ്പോഴും മോട്ടിവേറ്റ് ചെയ്ത് പിള്ളേരെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷെ കുഞ്ഞിലെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ സ്വഭാവം ശീലമായി മാറും. നമ്മൾ കൊടുക്കുന്ന ഈ നല്ല നല്ല സ്വഭാവങ്ങൾ ശീലമായി മാറിക്കഴിഞ്ഞാൽ അവർ അതിലോട്ട് തന്നെ വരും. ബാക്കിയുള്ള കാര്യങ്ങൾ അവർ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്താൽ വളരെ 5ാം ക്ലാസ് 5 വയസ്സുള്ള പിള്ളേരെ കിട്ടിക്കഴിഞ്ഞാൽ 5 വയസ്സ് മുതലേ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നിലവാരമുള്ള കുഞ്ഞുങ്ങളെ അല്ല ഈ 5 വയസ്സ് മുതലേ കിട്ടുമ്പോൾ അവരുടെ ഈ പഠന നിലവാരം ഉയരുന്നു, അവരുടെ ഈ മാനസികമായ വളർച്ച അല്ലേ, ഈ സമൂഹത്തിലുള്ള ഇടപെടൽ എങ്ങനെയാണെന്ന് അടക്കം. അതായത് ഒരു സ്പോർട്സിൽ വരുന്ന കുട്ടിക്ക് പൊതുവെ ഒരു വ്യക്തി വികാസം തന്നെ ഉണ്ടാവും അല്ലേ? അങ്ങനെ തോന്നുന്നില്ലേ? എല്ലാ തരത്തിൽ നിന്നും കുട്ടിക്കൊരു വളർച്ച ഉണ്ടാവും. പക്ഷെ അത് അപൂർവപ്പോഴൊക്കെ അറിയാം. നമ്മൾ പഠിക്കുന്ന സമയത്ത് പാരന്റ്സ് ഒക്കെ നമ്മളെ പേടിച്ചിട്ട് ബൂട്ടൊക്കെ കൊണ്ട് എവിടെയെങ്കിലും ഒളിച്ചു വെച്ചിട്ടാണ് വീട്ടിൽ പോകണത്. ചിലപ്പം ഞാൻ സബ് ജില്ലയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്തെല്ലാം വീട്ടിൽ പോലും അറിയാതെ പോയിട്ടുണ്ട്. അങ്ങനെ പക്ഷെ ഇപ്പോഴങ്ങനെ മാറി. ഒത്തിരി സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ വരുന്ന നല്ല കളിക്കുന്ന പിള്ളേരെ കാണുമ്പോൾ ഈ ട്യൂട്ടോറിയൽ കോളേജിലെ സാറന്മാർ പറയും നല്ല പഠിക്കുന്നതാണ് ചെറുക്കനെ കളിക്കാൻ വിടരുത്, അവരെ ഭാവി പോകുമെന്ന് പറയും. അത് അവരെ കുഴപ്പമില്ല. കാരണം ഈ ചെറുക്കന് മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ ട്യൂഷൻ സെന്ററിനും പ്രശ്നമാവും. അങ്ങനെ പക്ഷേ സാറ് നേരത്തെ പറഞ്ഞ പോലെ കുഞ്ഞിനെ കിട്ടിക്കഴിയുമ്പം ഇപ്പം എന്നോട് വന്നിട്ടുള്ള സബ് ജില്ലയിൽ പോയിട്ടുള്ള കേരള ലെവലിൽ കളിക്കാൻ പോയ പിള്ളേരിൽ നല്ല രീതിയിൽ മാർക്ക് കിട്ടി. ഫുൾ A+ കിട്ടിയ പിള്ളേരുണ്ട്. പിന്നെ ഒരാൾക്ക് 8 A+ ബാക്കിയായി. നമ്മൾ അതിനനുസരിച്ച് പിള്ളേരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അത് കാരണം ഒരു കുഞ്ഞിന് 3 കഴിവുണ്ട്. 3 കഴിവിനെ യൂസ് ചെയ്യാനായിട്ടുള്ള സ്പേസ് കൊടുത്താൽ മതി കുഞ്ഞിന്. നമ്മളതിനുള്ള വഴി തുറന്നു കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ അല്ലേ? ഫുട്ബോൾ രംഗത്ത് ഇപ്പം നിൽക്കുന്നല്ലോ. വിനോദിന് നമ്മുടെ ഈ വിളനാട് ഈ സ്വാധീനിച്ച, അതായത് ഇതിലേക്ക് വരാൻ വഴിയൊരുക്കിയ നമ്മുടെ ചേട്ടന്മാരെ അല്ലെങ്കിൽ വ്യക്തിത്വങ്ങളെ ഒന്ന് ഓർക്കാൻ പറ്റുമോ? അല്ല, ഞാൻ ഫുട്ബോൾ കണ്ടതും ഒക്കെ കോസ്റ്റ് ഏരിയയാണെന്ന് പറഞ്ഞു. അവിടെയാണ്. അപ്പം ഇവിടെ അങ്ങനെ ഫുട്ബോളായിട്ട് പ്രൊമോട്ട് ചെയ്ത് എനിക്കറിയില്ല. ഞാനൊരു ദിവസം ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ മിത്രനികലിലെ റോജിണ്ണൻ പുള്ളിക്കാരനാണ് ആദ്യം ഞാൻ നോക്കുമ്പോൾ ഇവിടെ ഫുട്ബോൾ തട്ടി കളിച്ച് കുറച്ച് നാള്. പിന്നെ കുറച്ച് കഴിഞ്ഞ് വരുന്ന സമയത്ത് പുള്ളിക്കാരൻ അതൊക്കെ മാറി പിന്നെ ക്രിക്കറ്റ് തരംഗമായിട്ട് മാറി. പിന്നെ കുറെ കഴിയുമ്പം അടുത്ത കുറെ വർഷം കഴിയുമ്പോൾ അവിടുത്തെ കുഞ്ഞുങ്ങള് ബോള് തുണിയൊക്കെ ചുറ്റി ബോൾ കളിക്കുന്നുണ്ട്. ഈ കളി കണ്ട് യൂറോപ്യൻസ് ഒന്ന് ബോൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ കാലാന്തരമായിട്ട് മാറി മാറി വന്നിട്ട് പിന്നെ ഞാൻ വന്ന സമയത്തോട് ഫുട്ബോൾ കളിക്കുന്ന ക്ലബ്ബുകളുണ്ട്. ക്ലബ്ബുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വാശിയുണ്ട്. അപ്പൊ ഞാനൊരു ക്ലബ്ബിൽ ഒക്കെ ചേർന്ന് കൊച്ചുപിള്ളേരെ കൊടുത്ത് വെളിയിൽ നിന്നൊക്കെ ആളെ കൊണ്ടുവരുത്തി കളിച്ചിട്ടുണ്ട്. പക്ഷെ നല്ലൊരു സ്കില്ലുള്ള ഏരിയയാണ്. ഈ ഞാൻ നോക്കുമ്പോൾ പഴയ ഒരുപാട് പിള്ളേരുണ്ട്. നമ്മൾ അവസരം കിട്ടാതെ, എനിക്ക് ലിസ്റ്റിൽ ഇപ്പോഴും ഓർമ്മയുണ്ട്, അവസരം കിട്ടാതെ, ഫുട്ബോളിൽ അവസരം കിട്ടാതെ, നല്ല കോച്ചിങ് കിട്ടാതെ അതിൽ ശോഭിക്കാതെ പോയ ആൾക്കാർ ഒരുപാട് വെള്ളനാടുണ്ട്. ഒത്തിരി പേര് ഈ അവസരം കിട്ടാതെ പോയ പിന്നെ കൂട്ടുകാരുണ്ടാവുമല്ലോ. അപ്പൊ അത് ആരൊക്കെയാണെന്നൊന്ന് മെൻഷൻ ചെയ്യാൻ പറ്റും? പിന്നെ തീർച്ചയായിട്ടും നമ്മൾ ഈ ഫുട്ബോളിൽ ഫുട്ബോളിൽ നിൽക്കുമ്പോഴേ എനിക്ക് നന്നായിട്ട് അറിയും. ഒന്ന്
നല്ല ഭാഷയുള്ള ഒരു കാലിബറുള്ള ഒരു പയ്യൻ ഉണ്ടായിരുന്നു. ഞാൻ വന്ന സമയത്ത് പുള്ളിക്കാരൻ ഇത്തിരി വയസ്സ് കുറേ ഇതായിരുന്നു. കുറെ കൊച്ചുകൂടെ നാളെ മുമ്പേ കണ്ടിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഈ വർഗീസ് സാറുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി പോയത്. അരുൺ വിശാഖ് എന്ന് പറഞ്ഞ പയ്യനുണ്ട് വെള്ളനാട്. നല്ല പ്ലെയറാണ്. നല്ല ശാസ്ത്രീയമായിട്ട് പുള്ളിക്കാരന് കോച്ചിങ് കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷേ ആ സമയത്ത് ഈ പയ്യനെ കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പം നല്ല നിലവാരം ഇപ്പോഴത്തെ പിള്ളേർ കേരളയിൽ പോയ പോലെയൊക്കെ പോകാൻ ചാൻസ് ആണ്. പിന്നെ നമ്മുടെ കമ്പനിമിക്കൽ കല്ലുകെട്ടിലൊരു വിവേക് വിഷ്ണു, പിന്നെ ഒരു വിപിൻ, പിന്നെ അല്ലാതെ ഒരു പഴയ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു മോനുണ്ട് വിഷ്ണു. ഇത്രയും പേരും പിന്നെ വിപിൻ അതെ, ഇത്രയും പേർക്കും ശരിക്കും ഒരു ക്ലാസ് കിട്ടിയിരുന്നെങ്കിൽ ഇത് നല്ല എന്റെ ഇത് ഒത്തിരി പേര് ഇത് എന്റെ മൈൻഡ് ഇത്രയും പേര് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ജസ്റ്റ്. പക്ഷെ ആ സമയത്ത് അവർക്ക് എന്നെ അറിയാത്തതുകൊണ്ടും ഇപ്പൊ നല്ല രീതിയിൽ ചെയ്യുമായിരുന്നു. ഇപ്പോഴും അങ്ങനെ ഉണ്ട്, പിള്ളേരുണ്ട്. ഇപ്പോഴും കുറച്ചുകൂടെ കിട്ടിയിട്ടുണ്ട്. അല്ല ഇപ്പോഴും താല്പര്യം. ഇപ്പോൾ കുറച്ച് കുട്ടികൾ ഇപ്പോൾ നല്ല കുട്ടികളുണ്ടോ? ഇപ്പോൾ കുറച്ച് കൂടുതലുണ്ടോ? എനിക്ക് നമ്മളൊന്ന് കോച്ച് ചെയ്തൊരു 18 വയസ്സ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ നോക്കും. നോക്കി കഴിഞ്ഞാൽ സ്വഭാവത്തിനകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ പതിയെ അതിനെ സംസാരിക്കും. പക്ഷെ മറ്റുള്ള പിള്ളേർ മിങ്കിൾ ചെയ്താൽ ജസ്റ്റ് അങ്ങ് ജെർക്ക് ചെയ്ത് വിടും. പക്ഷെ പരമാവധി ഞാൻ ശ്രമിക്കും കളി മെച്ചപ്പെടുത്താനല്ല, സ്വഭാവത്തെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഞാൻ നോക്കും. ഏറെക്കുറെയൊക്കെ ചില ആൾക്കാരൊക്കെ റെഡി വന്നിട്ടുണ്ട്. വിനോദേ, ഈ ഫുട്ബോൾ അല്ലാതെ ഇപ്പം വെള്ളനാട്ട് ഫുട്ബോളിൻ്റെ ഒരു വരവ് പറഞ്ഞല്ലോ. പിന്നെ അങ്ങനെ ഒരു ഈ ഇടയ്ക്ക് അല്ലേ അങ്ങനെ ഒരു പക്ഷെ വോളിബോള് പിന്നെ മറ്റു പല സ്പോർട്സുകളും വളരെ ഭംഗിയായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് വെള്ളനാട്. കാരണം ധാരാളം ആരാധകരുണ്ട്, ഇത് കളിക്കാനുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ മറ്റ് മേഖലയിലുള്ള വ്യത്യസ്തമായ സ്വാധീനിച്ച ആൾക്കാർ ഉണ്ടോ? ഒത്തിരി പേരുണ്ട്. മറക്കാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരെ ഉണ്ട്. കാരണം ഞാൻ സ്കൂളിൽ അത്ലറ്റും കൂടെ ആയിരുന്നു. അതിന് വേണ്ടിയിട്ട് 1500 മീറ്റർ ആയിരുന്നു മെയിനായിട്ടൊന്നും, 800 മീറ്റർ ആയിരുന്നു. നമ്മൾ പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ട്. തമിഴ്നാട് സ്കൂളിൽ നിന്ന് പോയിട്ടും ജില്ലയിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതിനകത്ത് അന്ന് കുഞ്ഞു കാലത്ത് നമ്മുടെ ക്യാമ്പ് വെച്ചിട്ടുണ്ട്. അത് OMA എന്ന് പറഞ്ഞ ക്ലബ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ രാവിലെ അതിലും എന്നെ അച്ഛൻ വളരെ ബുദ്ധിമുട്ടാണ്, വിളിച്ചൊക്കെ വരും. അവിടെ നല്ല ക്യാമ്പായിരുന്നു കുഞ്ഞിലെ. അങ്ങനെ അവർക്ക് അതിൽ നിന്ന് എനിക്ക് സുധീപായിട്ടാണ് പുള്ളിക്കാരൻ വോളിബോളിൽ മാത്രമല്ല, പുള്ളിക്കാരന്റെ വോളിബോളിൽ നമ്മൾ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു അത്ലറ്റും കൂടെ ആവും. വെള്ളനാട് സ്കൂളിൽ അത് ഞാൻ പറയാൻ വിട്ടുപോയി. വെള്ളനാട് സ്കൂളിൽ ഇപ്പം ജില്ല കളിച്ചത് സബ് ജില്ലയിൽ നിന്ന് ജില്ലയിലൂടെ ഒരു 5-6 പേർക്ക് സുധീപണ്ണൻ പ്രാക്ടീസ് ചെയ്ത് കൊടുത്തതിൽ സെലക്ഷൻ കിട്ടിയ പിള്ളേരുണ്ട്. ഒരിക്കലും കാരണം നമ്മൾ ഇത്ര നല്ലൊരു കളിക്കാരനായാലും ക്യാരക്ടർ മികച്ചതാണെങ്കിൽ നമുക്ക് അയാൾ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അപ്പോൾ നല്ലൊരാളാണ്, നല്ല ക്യാരക്ടറാണ്. കാരണം വെള്ളനാടിന്റെ ഒരു ചരിത്രം എന്ന് പറഞ്ഞാൽ തന്നെ വോളിബോളുമായി ഭയങ്കരമായ ഒരു സ്പോർട്സ് ഐറ്റംസ്. ജിമ്മി ജോർജിനെയൊക്കെ ഇവിടെ കൊണ്ടുവന്നു പറയുന്നത് ഇത്ര പേർക്ക് അറിയാം. ആ കാലം അത്രയും ഭയങ്കര അപ്പോഴും മുതൽ ഈ ഒരു ഫുട്ബോൾ കളിക്കാരൻ എന്ന രീതിയിലൊക്കെ മുന്നിൽ നിൽക്കുന്ന ആൾക്കാരാണ് അവരെല്ലാവരും. പിന്നെ സലീമൊക്കെ നല്ല രീതിയിൽ അതൊക്കെ ശരിക്കും ഇവിടെയൊക്കെ ജനിക്കേണ്ടല്ല പറയുന്നുണ്ട്. സുധീപണൻ ഇവിടെ ജനിക്കാതെ വേറെ സ്ഥലത്തായിരുന്നെങ്കിൽ ഭയങ്കരമായിട്ട് മാറേണ്ട ആൾക്കാരാണ്. അതുപോലെ ബിനീഷ് എന്ന് പറഞ്ഞ ക്രിക്കറ്റ് ഇപ്പം കളിക്കുന്ന ഒത്തിരി പേരുണ്ട്. ശരിക്കും പറഞ്ഞാൽ പേരെടുത്ത് പറഞ്ഞാലാണെങ്കിൽ ഇവിടെ ഒരുപാട് പേരുണ്ട്. പക്ഷെ അതിനനുസരിച്ച് ഇതിൽ പിള്ളേർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു എന്താ പറയുക ഒരു സന്നദ്ധ മനോഭാവത്തോട് ഇറങ്ങണം. അപ്പം സുധീപണനൊക്കെ പിള്ളേർക്ക് വേണ്ടിയിട്ട് അങ്ങ് ഇറങ്ങിയിട്ടുണ്ട്. ലാഭം നോക്കി കാശ് നോക്കിയിട്ടല്ല. അപ്പൊ അണ്ണന്റെയും കൂടെ ഒരു മികവിലും അല്ലെങ്കിൽ അണ്ണന്റെ കൂടെ ഒരു നല്ലൊരു ക്യാരക്ടർ കൂടെ ആയതുകൊണ്ടാണ് പിള്ളേർക്ക് വേണ്ടി ഒരു ഗ്രൗണ്ട് ഇപ്പം വോളിബോളിന് വേണ്ടിയിട്ട് പേര് എനിക്ക് ഓർമ്മയില്ല കൊടുത്തത്. അവരെയൊക്കെ ശരിക്കും മറക്കാൻ പാടില്ല. ആരൊക്കെ അവരെ കാണുന്നത് ഇപ്പോഴും ആ ഒരു പ്രവർത്തനം തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു. വലിയ കാര്യമല്ലേ? അല്ല, നമ്മളിപ്പോൾ ഇങ്ങനെ വർത്തമാനം പറഞ്ഞു വന്ന സ്പോർട്സിൻ്റെ കാര്യത്തിൽ ഇതിൻ്റെ ഒരു പകുതി കാലിബർ, ഒരു പകുതി കഴിവുകൾ ഈ ആർട്സ് രംഗത്ത് കുട്ടികൾക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ അവർക്ക് ഉയർന്നു പോകാൻ പല വഴികളും തുറന്നു കിട്ടിയേനെ. കറക്റ്റ് ചോദ്യമാണ് അല്ലേ? പക്ഷെ അത് ഈ സ്പോർട്സ് വരുമ്പോൾ ഒരു ബാക്കിലോട്ട് പോക്ക്. അതാണ് ഇപ്പൊ ഒത്തിരി നേരത്തെ പറഞ്ഞ ശ്രീവണ്ണൻ 6 പേര് ജില്ലയിൽ പോയിട്ടുള്ള 6 പേരില്ലേ, അത് ചിലപ്പം കലാരംഗത്തായിരുന്നെങ്കിൽ ഫ്ലെക്സുകളോട് നിറഞ്ഞേനെ. അത് എല്ലാവരും സംഘടനകളായാലും സ്കൂളായാലും പാർട്ടിക്കാരായാലും നിറയുമായിരുന്നു. പക്ഷെ എന്താണെന്നുള്ള കാര്യം നമുക്ക് ഇനി അത് പഠിക്കണം. സ്പോർട്സ് ആയതുകൊണ്ടായിരിക്കാം അല്ലേ? പോട്ടെ, അതൊക്കെ മാറി മാറി വരും, വരട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുന്നു. ഒരുപാട് സമയം എടുക്കും. സ്പോർട്സ് ആകുമ്പോൾ ഒരു 3 മണിക്കൂർ പ്രാക്ടീസ്, പിന്നെ അധ്വാനങ്ങളുണ്ട്. അധ്വാനം ആർട്സിനും ഒക്കെ ഉണ്ട്, അധ്വാനം എല്ലാത്തിനും ഉണ്ട്. പക്ഷേ സ്പോർട്സിനൊരു
ഒരു ബാക്കിലോട്ടൊരു വരി ചിലപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ കൾച്ചർ മാറുന്ന സമയത്ത് ഒരു തുല്യ പ്രാധാന്യം വരുമായിരിക്കും. ഈ ഇപ്പോൾ ഈ നമ്മൾ ഈ കേരളത്തിന് വേണ്ടി കളിക്കണം എന്ന് ഒരു കുട്ടി ആഗ്രഹിച്ചാൽ, ഇപ്പോൾ ഒരു കുട്ടിയെ കേരള ടീമിന് വേണ്ടി കളിക്കണം, അതാണല്ലോ നമ്മുടെ ഇവിടങ്ങളിലുള്ള വലിയ ഒരു ടീം, അത് ഏതാണ് അതിൻ്റെ ഒരു വഴി? അതായത് ഇപ്പോഴും ഞാൻ വഴി ചോദിക്കാൻ കാരണം, കേരളത്തിന് വേണ്ടിയിട്ട് ഒരു ടീമുണ്ടോ? അത് ഈ ക്ലബ്ബുകളുടെ പ്രവർത്തനവും, അത് ഫുട്ബോൾ ക്ലബ്ബുകൾ ഉണ്ടല്ലോ, ഫുട്ബോൾ ക്ലബ്ബുകൾ എങ്ങനെയാണ് ഈ കേരളത്തിൻ്റെ ഈ ഫുട്ബോൾ രീതിയെ സ്വാധീനിക്കുന്നത്? എങ്ങനെയാണ്? മുന്നേ നമ്മൾ കേരള ഫുട്ബോൾ അസോസിയേഷൻ വഴി ജില്ലാ സ്കൂൾ കളിക്കുക, അല്ലെങ്കിൽ ജില്ല കളിക്കുക, സബ് ജില്ല കളിക്കുക, അങ്ങനെ കയറിയിട്ടാണ് നമ്മൾ സന്തോഷ് ട്രോഫി കളിച്ച് വരുന്നത്. അപ്പോൾ സന്തോഷ് ട്രോഫി കളിക്കുന്ന ആൾക്കാർക്ക് നല്ല മികവുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യൻ ടീമിൽ എത്താൻ പറ്റും. ഇപ്പം നിലവാരം മൊത്തം മാറി, നിലവാരം മാറി. ഇപ്പം കുഞ്ഞു ക്ലബ്ബുകൾ, രജിസ്ട്രേഷൻ ചെയ്ത ക്ലബ്ബുകൾ തമ്മിൽ കളിക്കുക, അങ്ങനെ കളിച്ച് ലീഗ് കളിക്കണം. ലീഗ് കളിച്ചതിന് ശേഷം സൂപ്പർ ഡിവിഷൻ ലീഗ് കളിക്കും. അങ്ങനെ മികച്ച് ഇപ്പം ISL, അതെ കേരള പ്രീമിയറിൽ കൊണ്ട് ISL ഇതിനൊക്കെ കളിച്ച് നല്ല മികവാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇന്ത്യൻ ടീമിലൊരു കിട്ടുള്ളൂ. ഇപ്പം സന്തോഷ് ട്രോഫി കളിക്കുന്ന ഒരു വ്യക്തിക്ക് ഇപ്പം കിട്ടില്ല. അതേക്കാളും മിടുക്കന്മാർ ഇപ്പം ISL ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു കൂടുതൽ അവസരങ്ങൾ ഇപ്പോഴാണ് അല്ലേ? തീർച്ചയായിട്ടും. പക്ഷെ കളിക്കുന്നവർ കൂടുതൽ അവസരങ്ങൾ വരുന്നുണ്ട്. പക്ഷെ അതിന്റെ റൂട്ട് ചെറിയൊരു വ്യത്യാസം വന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ പഴയ രീതിയിലുള്ള ഒരു എനർജി ഇപ്പോഴില്ല എന്ന് വേണമെങ്കിൽ പറയാം. അവസരങ്ങളുണ്ടെങ്കിലും പഴയ കോച്ചസിന്റെ ആ എനർജിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു എനർജി എങ്ങനെ വളരെ കുറവാണ്. ഈ സാധാരണ ഈ ഫുട്ബോൾ കളിക്കുന്നവർക്ക് നല്ല പവർ വേണമെന്ന് പറയും. അതായത് നമ്മൾ വേൾഡിൽ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് കളിക്കാൻ പോകാൻ പറ്റാത്തത്, ഇവിടുത്തെ കുട്ടികൾക്ക് പറ്റാത്തത് ആ ഒരു പവർ ഇല്ലാത്തത് കൊണ്ടാണെന്നൊക്കെ സാധാരണ പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്താണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ? ഫുട്ബോളിൽ ഈ പറയുന്ന ഫിറ്റ്നസ് ഇതാണ്, പവർ, ആരോഗ്യം വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. പക്ഷെ ഇന്ത്യക്കാർക്ക് അങ്ങനെ ആരോഗ്യം ഇല്ല എന്ന് പറയുന്നത് തെറ്റുകാരനാണ്. പണ്ട് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് ഇന്ത്യക്കാർ വേൾഡ് കപ്പ് കളിക്കാൻ പറ്റത്തില്ല, ആരോഗ്യമില്ല എന്നുള്ളത്. അങ്ങനല്ല. ഇപ്പോൾ നമ്മൾ ഇപ്പം ക്ലബ്ബുകൾ എല്ലാം നടത്തിയത് ഗോത്യ കപ്പ് എന്ന് പറഞ്ഞ സ്വീഡനിൽ ഒരു ടൂർണമെന്റ് ഉണ്ടായിരുന്നു. എല്ലാ രാജ്യത്തുള്ളയും പ്രമുഖ ക്ലബ്ബുകൾ ചേർന്നിട്ടാണ് അവിടെ കളി വെച്ചത്. അപ്പൊ അതിനകത്ത് നിന്ന് പോയ 2 ടീമാണ് നമ്മുടെ ടീം. ഒന്ന് മിനർവ പഞ്ചാബ്. മിനർവ പഞ്ചാബ് ആണ് കപ്പടിച്ചത്. അവര് തോൽപ്പിച്ചത് അർജന്റീനയെ തോൽപ്പിച്ചു. ലിവർപൂൾ എന്ന ക്ലബിനെ 6-0 തോൽപ്പിച്ചു. ഇവ കപ്പ് കൊണ്ടുവന്നു ഇന്ത്യയിൽ. എത്ര മീഡിയ അതിനോട് കവർ ചെയ്ത്? അതാണ് അങ്ങനെ ഒരു എന്താണ് ഒരു പബ്ലിസിറ്റി ഒന്നും അതിന് കിട്ടിയില്ല. ഇല്ല, മിനർവ പഞ്ചാബ് നല്ല ടീമാണ്. പിന്നെ പബ്ലിസിറ്റി ഇല്ലെന്നല്ല, അത് ചെറിയ യൂട്യൂബ് ചാനലിലൊക്കെ പറയുന്നതല്ല. അതിനകത്ത് ഏറ്റവും ടോപ്പ് സ്കോറർ എന്ന് പറഞ്ഞാൽ മലയാളി താരമായിരുന്നു. ഇന്ത്യയുടെ ഒരു ഇന്ത്യക്കാരൻ, ഒരു പയ്യനായിരുന്നു, ആലപ്പുഴക്കാരൻ ആയിരുന്നു, മലയാളി താരമായിരുന്നു. അപ്പം സാധ്യത ഉണ്ട്. ഇപ്പം കുഞ്ഞു അണ്ടർ-15 ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ 20 വയസ്സിനൊക്കെ താഴെ, അണ്ടർ-20 അതിന് താഴോട്ടുള്ളതൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നല്ല ചാമ്പ്യന്മാരുണ്ട്. ഇന്ത്യയിലെ പല കളിക്കാരും പല കപ്പുകളും നേടിയിട്ടുണ്ട്. പക്ഷെ അതിനപ്പുറം എങ്ങനെയാണെന്നുള്ളതാണ്. അത് കഴിഞ്ഞ് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ അത് നമുക്ക് നൂതനമായ സയൻസ് ഉപയോഗിക്കേണ്ടി വരും, മനഃശാസ്ത്രമായ കാര്യങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. അതില് കോച്ചേഴ്സ് വീക്കാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നല്ല ഒരു നല്ല ഒരു കോച്ചിങ് കിട്ടിയാൽ ഏത് കുട്ടിയും, അല്ലേ? തീർച്ചയായിട്ടും ഏത് കുട്ടിയും ഏത് ഉന്നതിയിലേക്കും വരാം എന്നുള്ളതാണ്. നല്ല ഫ്ലെക്സിബിലിറ്റിയും നല്ല രീതിയിൽ മെയ്വഴക്കവും നല്ല കോൺഫിഡൻസും ആരോഗ്യമുള്ളൊരു ഗെയിം തന്നെയാണ് ക്രിക്കറ്റ്. അത് അത്രയ്ക്കും ഇപ്പം പഴയ പോലല്ല. അത് ഇന്ത്യ ഒന്നാമത് നിൽക്കുന്നില്ല. ഓസ്ട്രേലിയയുടെ കൂടെയും ഇംഗ്ലണ്ടിന്റെ കൂടെ കളിച്ച് ഒന്നാമത് നിൽക്കുന്നില്ല. അപ്പൊ ആരോഗ്യമില്ലാത്തതുകൊണ്ടാണോ? അല്ല. ഇനി കാര്യമായി ഓർമ്മിപ്പിക്കാം. എനിക്കൊന്ന് 2000 കാലഘട്ടമാണ് തോന്നുന്നു. ഒരു ഓട്ടക്കാരുണ്ടായിരുന്നു, അനിൽകുമാർ എന്ന് പറയും. ഭയങ്കര ഓട്ടക്കാരൻ, ആലപ്പുഴക്കാരാണ് പുള്ളിക്കാരൻ. ഇയാള് ഇവിടെ നിന്ന് അത്ലറ്റായിട്ട് ഓടി ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടി, ഒളിമ്പിക്സിൽ യോഗ്യത നേടി. ഒളിമ്പിക്സിൽ ഓടാൻ അന്ന് കാൾ ലൂയിസ് കഴിഞ്ഞ് മൗറിസ് ക്ലീനൊക്കെ ഉള്ള സമയം. മൗറിസ് ക്ലീൻ്റെ കൂടെ ഓടാനായിട്ട് ചാൻസ് കിട്ടിയ ഒരാളാണ്. പക്ഷെ ഇവിടുത്തെ അധികാരികൾ അല്ലെങ്കിൽ പറയുന്ന കമ്മിറ്റി തീരുമാനിച്ചതെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ അങ്ങനെ ഓടണ്ട, ഇത് റിലേയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ മെഡൽ സാധ്യത ഉണ്ടോ, റിലേയിൽ ഉൾപ്പെടുത്തി. മെഡൽ സാധ്യത കിട്ടിയില്ല. പക്ഷെ അയാൾ എത്ര പേർക്ക് അറിയാം?
അതാണ് 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 അപ്പൊ ആരോഗ്യമില്ലാത്തോണ്ടല്ല, അതിന്റെ അത് കൊടുക്കാത്തോണ്ടാണ്. അല്ല, അതാണ് ഒരു സാധനത്തിൽ ഈ കളിക്കുന്നു എന്നതിലുപരി അവർക്ക് കിട്ടുന്ന ഒരു മാനസിക സപ്പോർട്ട് തീർച്ചയായും ഒരു എല്ലാ ഭാഗത്തു നിന്നുമുള്ള ഒരു സപ്പോർട്ട്, അതാണ് യഥാർത്ഥം തന്നെ വേണ്ടത്. അക്കാഡമികളിൽ നമ്മളിപ്പോൾ ഒരു അക്കാഡമി KPL കളിക്കുകയാണെങ്കിൽ, KPL കളിക്കുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയാണ് അടക്കേണ്ടത് കേരള ഫുട്ബോൾ അസോസിയേഷനിൽ. അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഉണ്ട്, സാമ്പത്തികം ഒരുപാട് വേണം. ഈ വിനോദിനെ സംബന്ധിച്ച് ഇഷ്ടപ്പെട്ട കളിക്കാരൻ ആരാണ്? അങ്ങനെ പറയുമ്പോൾ ഓരോ കളിക്കാർക്കും ഓരോ ഇഷ്ടമാണ്. മെസ്സി പറയാം, ക്രിസ്ത്യാനോ പറയാം. പക്ഷെ അതിനേക്കുപരി ഒരു നോക്കുകയാണെങ്കിൽ എനിക്ക് സാദിയോ മാന എന്ന് പറയുന്ന ഒരു കളിക്കാരനുണ്ട്, സെനഗലാണ്. പുള്ളിക്കാരൻ കഴിഞ്ഞ വേൾഡ് കപ്പിന് കളിക്കാൻ പറ്റിയില്ല. സെനഗലൊക്കെ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. പുള്ളിക്കാരുടെ ഇപ്പോൾ സൗദി അറേബ്യ ക്ലബിൽ കളിക്കുന്നുണ്ട്. ഭയങ്കരപ്പെട്ടൊരു ടാലന്റാണ്. കാരണം ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നല്ലൊരു മനുഷ്യത്വമുള്ള ആളാണ്. അയാളുടെ നാട്ടിൽ സ്കൂൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, പിള്ളേർക്ക് ഭക്ഷണം ഒരുപാട് ചാറ്റ് ചെയ്യുന്നുണ്ട്. കിട്ടുന്ന കാശിന്റെ 90% മുകളിൽ അവരുടെ നാട്ടിലെ പാവപ്പെട്ടവർക്ക് ഉപയോഗിക്കുന്നുണ്ട്. നല്ലൊരു കളിക്കാരനാണ്. ക്യാരക്ടർ വെച്ച് നോക്കുമ്പോൾ അത് കഴിഞ്ഞ് എനിക്ക് മറ്റുള്ളവരെ ഇഷ്ടമുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടി, ഈ നമ്മളിപ്പോൾ കുട്ടികളുമായിട്ടാണല്ലോ ഏറ്റവും കൂടുതൽ ഈ മനസ്സിന് വിഷമം തട്ടിയ ഈ കുട്ടികളുമായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ ജീവിത രീതിയും കാര്യങ്ങളും എല്ലാം നമ്മൾ അടുത്തെറിഞ്ഞ് പോവുകയാണല്ലോ. അപ്പോൾ മനസ്സിന് വിഷമം തട്ടിയ എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ? പൊതുവിൽ നമ്മൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, നമ്മൾ ജസ്റ്റ് ചില പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ വിട്ട് കളയും പിള്ളേരെ, നമ്മളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ വിട്ട് കളയും. അല്ലാതെ നമ്മളിപ്പോൾ യൂറോപ്പിലോട്ടൊരു ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മുംബൈയിലൊരു പയ്യനുണ്ടായിരുന്നു. മുംബൈയിൽ നിന്ന് 4-5 പിള്ളേരുണ്ടായിരുന്നു. മുംബൈയിലൊരു പയ്യൻ, നമ്മൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് സ്വീഡനിലോട്ട് പോകാനൊക്കെ എല്ലാം ഓക്കെ ഇരിക്കുന്ന സമയത്ത് പുള്ളിക്ക് അന്ന് മുംബൈയിൽ നിന്ന് ഇവനെ കയറ്റിയൊക്കെ ചെന്നൈ എയർപോർട്ടിലാണ് കയറ്റിയൊക്കെ വേണ്ടി അച്ഛൻ വരികയാണ്. വരുന്ന വഴിക്ക് അച്ഛൻ അറ്റാക്ക് വന്നായിരുന്നു. അറ്റാക്ക് വന്നു. അച്ഛനെ ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ അയാൾ പറഞ്ഞു എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലും അവനെ കളിക്കാൻ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഈ ഫ്ലൈറ്റിൽ ഇവന് കയറാൻ പറ്റില്ല. അച്ഛൻ മരിച്ചുപോയി. അങ്ങനെ നമ്മൾ അറിഞ്ഞില്ല. ഇവൻ ഇങ്ങനെ ഫോൺ വന്നിട്ട് ഇവൻ ഈ ഫ്ലൈറ്റിൽ ഇറങ്ങി ഓടി. കൊച്ചു പയ്യനാണ്, 16 വയസ്സേ ഉള്ളൂ. അപ്പം പല സ്ഥലത്തുനിന്ന് പിള്ളേരാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓടി എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് പിടിക്കാൻ പറ്റും. ഫുട്ബോൾ കളിക്കാരാണ്, ഫോർവേഡാണ്, ഭയങ്കര കളിക്കാരന്. പിന്നെ ഓടിച്ചിട്ട് പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. അവനെ മനസ്സ് സമാധാനപ്പെടുത്തി. പിന്നെ ഒരു 2 കളി കഴിഞ്ഞിട്ടൊക്കെയാണ് പുള്ളിക്കാരി ഇവിടെ കയറ്റി വിട്ടത്. പോയി. അത് വളരെ മനസ്സുകൊണ്ട് വിഷമമുള്ള ഒരു കാര്യം. പിന്നെ നേരെ അഭിലാഷ് കോച്ചിന്റെ ഒരു പയ്യനുണ്ടായിരുന്നു, ജിൻഡോ എന്ന് പറയും. ജിൻഡോക്ക് കൈ ക്യാൻസറായി. കൈക്ക് ക്യാൻസർ. നല്ല കളിക്കാരനാണ്. സൂപ്പർ ലീഗിൽ ഒരുപാട് കപ്പടിച്ച ചേർത്ത്, നല്ല ഒരുപാട് മത്സരം കളിച്ച ചേർക്കാൻ. ക്യാൻസറായിട്ട് കൈ മുറിച്ചു കളഞ്ഞു. അത് അവസാനമായിട്ട് എനിക്കൊരു ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് കൈയില്ലാത്ത. അത് വളരെ വിഷമം. ജിൻഡോയ്ക്ക് വേണ്ടി ഒരുപാട്, അഭിലാഷ് സാറൊക്കെ ഒരുപാട് അതിന് വേണ്ടിയിട്ടൊക്കെ നോക്കി. അത് ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. ജിൻഡോ എപ്പോഴും ജിൻഡയെ കുറിച്ച് നമ്മൾ ഒരാൾക്ക് പ്രതീക്ഷയുള്ള ചില കക്ഷികൾക്ക് വരുന്ന ഇങ്ങനെ ഒരു ഇൻസിഡന്റുകൾ നമ്മൾ മനസ്സിനല്ലാതെ അല്ലേ വേദനിപ്പിക്കുന്നു. അഭിലാഷ് കോച്ച് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അഭിലാഷ് കോച്ചിൻ്റെ കൂടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലോകത്തെവിടെ പോയി ജീവിക്കാം. അത്രയ്ക്ക് ഹാർഡ് വർക്ക് പിള്ളേരെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഭയങ്കര രാവിലെ ഭയങ്കരമായിട്ട് പിള്ളേർ മാത്രമല്ല മാനസികമായിട്ടുള്ള ഫിസിക്കൽ ഭയങ്കരമായിട്ട് ചെയ്യും. അതിനകത്ത് ഒരു രക്ഷയില്ല. അത് നമ്മൾ ചിലപ്പോ ഓവറായിട്ട് ചെയ്യുമെന്ന് തോന്നി. പക്ഷെ ആ ക്യാമ്പ് സമയത്ത് ആണെങ്കിൽ രാവിലെ വൈകുന്നേരം 2 നേരവും ഭയങ്കരമായിട്ട് ചെയ്യും. പക്ഷെ അത് കഴിയുമ്പോൾ വേറെ ലെവല. വേറെ എവിടെ പോയി കഴിഞ്ഞാൽ ആ ചെറുക്കനെ കളിക്കാൻ പറ്റും. അങ്ങനെ ഒരു ഗുരുനാഥൻ എന്ന രീതിയിൽ ആരെയാണ്? ഗുരുനാഥൻ എന്നുള്ള രീതിയിൽ എനിക്ക് ഫസ്റ്റിലെ ഫുട്ബോളിന്റെ കാര്യങ്ങൾ പറയുന്ന ഒരു അഡ്വക്കേറ്റ്, പുള്ളിക്കാരൻ അഡ്വക്കേറ്റാണ്. സെൻ എന്നാണ് പേര്. നല്ലൊരു ഫുട്ബോളറാണ്. IM വിജയൻ്റെ ഒക്കെ കളിക്കാനായിട്ട് വന്നിട്ട് പറ്റാതെ പോയി. ചില രീതിയിൽ ആ സമയത്തുള്ള ഹൈപ്പർ ടെൻഷൻ മുഖേനയൊക്കെ നല്ലൊരു ഭയങ്കര ഐഡിയ ആണ്. പക്ഷെ അവർക്ക് നല്ലൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ലെവൽ വേറെ മാറും. ഭയങ്കര ഐഡിയ ഉള്ള ഒരാളാണ് പുള്ളിക്കാരൻ. ഒത്തിരി കാര്യങ്ങൾ മറ്റുള്ള കോച്ചസിന് കിട്ടേണ്ട കാലം ഒരുപാട് രീതിയിലുള്ള ഈ ഫിസിക്കലായിട്ടുള്ള കുറേ കാര്യം കിട്ടിയിട്ടുണ്ട്. പിന്നെ എനിക്ക് എൻ്റെ മനസ്സ് നിറഞ്ഞുള്ളൊരു ക്യാരക്ടറും എല്ലാ രീതിയിലുള്ള ഒരാളും വർഗീസ് സാർ.
നമ്മുടെ പോലീസ് ടീമിൽ കോച്ചായിരുന്നു, അയ്യ വിജയനെ കോച്ച് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരി 8 ആൾക്കാരെ ഇന്ത്യൻ ടീമിൽ കളിപ്പിച്ചിട്ടുള്ള ആളാണ്. ടൈറ്റൻ ടീമിന്റെ കോച്ചായിരുന്നു. അവരൊക്കെ ഇപ്പോഴും ഉണ്ട്, കാണും, സംശയങ്ങൾ ചോദിക്കും, ഭയങ്കര സപ്പോർട്ടാണ്. അപ്പൊ എനിക്കാണ് ഒന്ന് ചോദിക്കാൻ ഭയങ്കര മടിയാണ്. എന്നാലും കാണുമ്പോൾ ഇടയ്ക്ക് വീട്ടിലൊക്കെ ഒരാളുണ്ട്, ഭയങ്കര ബന്ധമാണ്. അങ്ങനെ ഒത്തിരി പേര് ഉണ്ട് നമുക്ക് ഫുട്ബോളിൽ നിലവിൽ മുന്നേ കളിച്ച കുറേ നല്ല മിടുക്കരായ ആൾക്കാരും വയസ്സായ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഫുട്ബോൾ രംഗത്ത് നിന്നിട്ട് ഒരുപാട് പഠിക്കാനുണ്ട്. അതെ, അയ്യ വിജയനെയും പഠിച്ച സമയം അയ്യ വിജയന്റെ കോച്ചിനെയൊക്കെ അവരെത്ര ഏജ് എന്ന് പറയുന്നത്. അപ്പം 75 വയസ്സായ കളിക്കാരെയൊക്കെ ഇപ്പോഴും കാണുകയും സംസാരിക്കുകയും ചെയ്യുന്ന എക്സ്പീരിയൻസ് ഭയങ്കരമാണ്. അപ്പോൾ ഈ പ്രവർത്തനങ്ങൾ, അതായത് കായിക രംഗത്തുള്ള ഇത്തരം പ്രവർത്തനങ്ങളിൽ ഇനിയുള്ള വരുന്ന കുട്ടികൾക്കും ധാരാളം അവസരങ്ങൾ കിട്ടട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഓക്കെ.